അത് സമയം ഒരു ദിവസം അമല മുനിനാരദൻ അതികുതുകമുള്ളത്തിലോർത്താനവസ്ഥകൾ നരകവധം അതിജടുതി ചെയ്തു മുഖം തനും നാരികൾ തമ്മെ പലതു വീട്ടിടിനാൻ ഒരു പൊഴുതു ദൈവമില്ലാതൊരേകൻ പരൻ നരകരിപു സന്നിധോ പോയിവയൊക്കെയും അറിയണമിതെന്നോർത്തു നാരദൻ ചെന്നിത് അമരപരിസദനമതിലേറ്റം വിളങ്ങുന്നൊരാൺമയാം ദ്വാരകാമമ്മിരം കണ്ടുകണ്ടതി കുതുകചിത്തനായി മന്ദമന്ദം നടന്ന് അഖിലപതി വാഴും രുചിക്കു ചെന്നിടിനാൻ പുകൾ പെരിയ ദ്വാരക തന്നെ വൈഭവം പാർത്താലവർണ്ണമെന്നാകിലുമൊട്ടു ഞാൻ അറിവതിന് ചൊല്ലിനേൻ നിന്നോടു മുന്നമേ അത്യത്ഭുതം വിശ്വകർമാവ് തീർത്തവ അവ പലതും ഓരോന്നു കണ്ടിരു നാരദൻ അംബോജലോചനൻ മന്ദിരം കാക്കുന്ന വമ്പരായുള്ളവർക്കഞ്ചുകം ഉഷ്ണീഷം അൻപോടു പൂണ്ടതി വീരഭാവത്തോടും വഴുന്ന ഗോപുരമാലകന്മാരെയും കോഴെ ഒഴിഞ്ഞു കണ്ടെങ്കും തടയാതെ വടിവിനോട് രുക്മിണി തന്നുടെ മന്ദിരെ പടുതയോട് മുനിവരനു അങ്ങനെ ചെന്ന ബോധമല മൃദുശയ്യയിൽ പരിനോട് രുക്മിണി തന്നോട് യുക്തനായി മോദേന മാധവൻ സുഖമൊടു കിടക്കുന്നു നാരദം കണ്ടപോതുടനെ എഴുന്നേറ്റു തൽപാദം കഴുകിച്ച് വിനയമൊട് സ്വർണ്ണാസനത്തിൽ ഇരുത്തിയിട്ട് പൂജിച്ചു വന്നിച്ചു മാധവൻ ചൊല്ലിനാൻ അനവധി സുഖത്തിനു പാത്രമായേനകം അൻപോടു നിൻ തിരുമേനി ദർശിക്കയാൽ ബഹുസുഖമായുള്ളതിന്നു ലഭിക്കയാൽ ദേഹികളിൽ പരിശുദ്ധനായി വന്നു ഞാൻ അഹമിതി നിനച്ചു ദേഹാദി സമ്പത്തരാം ദേഹികൾക്കിങ്ങനെയുള്ള ജനങ്ങളെ പരിവിനോട് സൽക്കരിപ്പാൻ കൈവരികില സ്ത്രീ കുടുംബപുമാന്മാർക്കുവിൻ ദുഃഖമുണ്ടായി വരാ ഇവ ഫലവും അങ്ങു പറഞ്ഞു കേൾക്കൊണ്ടു ഞാൻ അവ ഫലവും ഇന്നോ ഭവദർശനാൽ വന്നു അതിസുഹൃതമിന്നിതം വന്നിതു നിർണയം അതിവിമലമായി വന്നു മൽക്കർമ്മജന്മവും മമ സദനവംശവും ശുദ്ധമായി വന്നിത് മൽഭാഗ്യമിത്രയും ചൊല്ലരുതേതുമേ സകലവും എനിക്കുന്നു വന്നു മഹാമതേ സകല ഗുണപൂർണനാകും ഭവാനെന്തു ഞാൻ സപതിക ചെയ്യേണ്ടതെന്നു മുഖം തൻ്റെ സാധുവാക്യം കേട്ടു ചൊന്നാൻ മുനീന്ദ്രനും വിനയമോട് മാധവം വന്നിച്ചു മാമുനി വിശ്വമൂർത്തേ ഞാൻ പറയുന്നു കേൾക്കന്നാൻ ജഗതി സകലാത്മാവിന്നനേകൻ വിഭോ ജാതയാൻ മായാപരൻ വന്യധൂമവൽ തവ കഥിതമായതിനുത്തരം ചൊല്ലുവാൻ തവ വിഭവലോകത്തിലാരുമുണ്ടായി വര ജഗതി സൃജരക്ഷ സംഹാര കർത്താവാൻ ജഗതിപതിയാം ഭവാനെന്തരുതാത്തതും പ്രവൃത്തി വൈഭവം കണ്ടുകൊണ്ടിടുവാൻ തമ്പുരാനേ നിൻ പദാംബുജം സർവദാ മമ മനസ്സി ധ്യാനിച്ചു സഞ്ചരിച്ചിടുവാൻ മമ വരമതേകുക മറ്റു വേണ്ടിയിലിഹ ഇതി വചനമോരോന്നുരച്ചിതു നാരദൻ ഈശ്വരൻ കൃഷ്ണൻ വസിച്ചിതു സൗഖ്യമായി അതിജടുതി മാമുനി ഭാമാഗൃഹം പൊക്ക അതുകൊണ്ടു മാധവൻ സത്യഭാമാന്വിതം അതികുതുമോടു ചെയ്തിടുന്നു ദേവനം മുനിയത കണ്ടപോരുത്തവരോടുമായി കഴിവിനോട് വന്നിച്ചു മാധവൻ ചൊല്ലിനാൻ മുനിവര മഹാഭാഗഭാഗവതോത്തമ മനസ്സ് സുഖമല്ലയോ ഞാനെന്തു വേണ്ടതും സകലവുമലം ബുദ്ധി വന്നു മഹാമതേ സകല ഗുണരാശി സമസ്ത കാമൻ ഭവാൻ ഭഗവത അനുചരിതമിങ്ങനെ ഭഗവതാനുചരിതകിരവിങ്ങനെ കേട്ടിട്ടു ഭാഗവതാഢ്യൻ നടന്നു മുദിതനായി ചടുതി മറുമന്ദിരം ബുക്കു നോക്കും വിധോ മടിയിൽ നിജപുത്രരെ വച്ചു ലാളിപ്പതും മുദിതമിതി നാരദൻ കണ്ടുപോയി മറ്റൊരു മന്ദിരം ബുക്കു മുകുന്ദനെ കണ്ടിത് കുളിസമയം അത് ഒഴുതു മറ്റൊന്നിൽ നോക്കിനാൻ
പുളികളുമതെന്നിയെ ഹോമകർമ്മത്തിനായി മധുരു വസിക്കുന്നു മറ്റൊരു മന്ദിരെ. മാധവഭക്തൻ മുനി ചെന്ന നേരത്ത് അത് കുതുകമാരണർ പൂജയെ ചെയ്യുന്നിത്. അതിമുദിതമന്യമാം മന്ദിരെ പോയി മുനി അത് കൊള്ളു മാധവൻ സന്ധ്യയെ വന്നിച്ച് മതിദമമിയെന്നു ജപിക്കുന്നിതന്നേരം. ഉടനെ മുനി മറ്റൊരു മന്ദിരം പുക്കപോതുടനെ മുരവൈരിയുമായുധാഭ്യാസമായി വടുവിനോട് കണ്ടുകണ്ടന്യ നാരീഗൃഹേ. ഉടനെ മുനി ചെന്ന ബോധാരണാർദ്ധൻപരൻ ജലമതിലതിപ്രീതി പൂണ്ടു ഭാര്യായുധം. ജഗതിപതി ക്രീഡിച്ചുമേവുന്നു സൗഖ്യമായി പലവിധവും ഇങ്ങനെ കണ്ടു മുനീന്ദ്രനും. പങ്കജനേത്രനേ നാരിമാർ മന്ദിരേ ജഗതിപതി കാന്തമാർ തന്നുടെ മന്ദിരേ ജാതബോധം പല കർമാനുസാരിയായി പരമപുരുഷൈകനായി കണ്ടു മുനീന്ദ്രനും. പരംകുതൂഹലം പൂണ്ടു ഭാര്യാഭക്ത്യായുധം തരുണിമണി രുക്മിണി തന്നുടെ മന്ദിരേ തീർത്ഥപാദൻ പോയി വണങ്ങി മുകുന്ദനെ അതിമധുരമായി പറഞ്ഞാൽ ഈ വണ്ണം. മുനി അത്ഭുതം നിന്നുടെ മായകൾ തവ കൃപയതന്നിൽ ഒരൽപ്പമുണ്ടാകയാൽ താവകമായതൻ വൈഭവം കണ്ടതും സകല ദിശപൂർണനാം നിന്നെ ഒഴിഞ്ഞെന്നു സർവദാ കാണാറുമില്ലെന്നു കണ്ടു ഞാൻ തവ ചരിതമതിലഭിഷി പാടി നടപ്പതി നിന്നിവൻ ഇനി ഒരാജ്ഞയും ചെയ്വതിനാഗ്രഹം. മുനിവചന ഇതമാകാമേ കേട്ടു മുകുന്ദനും മന്ദസ്മിതം ശരി വണ്ണം അരുൾ ചെയ്തു കനിവിനുടെ ധർമ്മോപദേശങ്ങൾ ചെയ്വതും അതിനെ വഴി പോലെ പാലിച്ചിരിക്കുന്നതും അതിവിമലമായുള്ളവർക്ക് ഗുണങ്ങളെ മർഗമോടെ കൊടുത്തിടുന്നതും അഹം. വഴികൾ വിഴയാതെ ധർമ്മം ഭൂമിയേവർക്കും വകിനാൽ ചൊല്ലുകയും നാമസങ്കീർത്തനം അറിവിനോട് ചെയ്യുകയും എന്നുടെ ലിംഗങ്ങൾ കനിവിനോട് കണ്ടു വന്നിക്കുകയും ചെയ്തിക. മുനിവരെ യഥായുധം സഞ്ചരിക്കാവാൻ അത് സകല മംഗളം നൽകും അസംശയം. യുദ്ധമാജ്ഞാപിച്ചു പോകുന്നു കൃഷ്ണനും മുനിവരനനുജ്ഞയും കൈക്കൊണ്ടു കൃഷ്ണേരി കനിവോടെ ജപിച്ചു പോയിടിനാനമ്പരെ. നരകരകുമാരുവൃന്ദേന മോദാന്വിതം നന്നായി രമിച്ചു വസിച്ചാർ മുകുന്ദനും. പ്രകൃതികൃതിയിൽ ഇതവതരിച്ചു മായാമയൻ പ്രകൃതി പുരുഷോത്തമൻ കൃഷ്ണൻ. ജഗൽപതിയുടെ കഥകൾ കേൾക്കയും ചിന്തിക്ക സേവിക്ക അനവരതം ഇടയിടയതെങ്കിലും നാമങ്ങൾ വലിയ ജപശീലനം തൽക്കഥ ചൊൽകയും കഴിവരിൽ ഏവനും ഭക്തി വർദ്ധിക്കുമേ. വഴികളിതു ഭക്തി മുക്തിക്കെടോ മന്നവ ആഴിവർണ്ണൻ കഥ ചൊല്ലുവൻ ഇന്നിയും. ജഗതിപതി മാധവൻ യുവതിമണിമാരുമായി ജാതമോദം വസിക്കും നാളൊരു ദിനം. നിശൈലത യുവതിമണിമാർ മുഖം തൈജിതം നിശ്ചലരായി ശയിക്കുന്നതു നേരം. ഉദയഗിരിമുകളിൽ അരുണേന സാഗം രവി ഉദ്ദിശ്യകാലമാകുന്ന സമയത്തങ്ങ് അഴകിനോട് വഴിയെ കോഴികൾ പോകുമ്പോൾ അഴകിനോട് കുക്കുടം തന്നെ ശപിച്ചവർ ഉടനെ എഴുന്നേറ്റിട്ടു കൃത്യം തുടങ്ങിനാർ. ഉടനെ എഴുന്നേറ്റിതു ബ്രഹ്മം മുഹൂർത്തകേ കടൽ മകൾ പതി ഒളിച്ചർഖ്യവും ചെയ്തതാ. നിർമ്മല ബ്രഹ്മവും ധ്യാനിച്ചു മാധവൻ മതവണങ്ങി ഗോവിപ്രമുനിമാർ രവസമുണകൂപ്പി ശുദ്ധാന്തകരണനായി കുരവുമത കൊമ്പുകൾ ഹേമത്തിനാൽ കെട്ടി അഖില പരിഭൂഷിതത്തോടു പശുക്കളെ സ്വർണ്ണസൂത്രങ്ങളും ഇട്ടു ശിശീതം എണ്ണമിതി രണ്ടു കൂട്ടി വഴി പോലെ വിധി വഴിയെ ഗോദാനമായതും ചെയ്തിട്ട് വിധി വഴിയെ മാനിച്ചു യാദവ വൃദ്ധരെ. മണികനകമയം വിമലമാകും കിരീടവും മനിച്ചു പൂണ്ടു മറ്റും ബഹുഭൂഷണം കുറിയുമത തിലകവും അതൊക്കെ അലങ്കരിച്ചറുവതിനു ദർപ്പണം നോക്കി മോദാന്വിതം കളമൊഴികൾ മിത്രവൃത്യാദി ജനങ്ങൾക്ക് കളമതു വരുത്തുവാൻ വേണ്ടതു നൽകിയിട്ട് കളമൊഴികൾ വതിമണിമൗലിമാർ നേത്രത്തിൻ കളമുനസ്സുമാല്യവും വൃദ്ധാജനാർദ്ദനൻ ചതുരനദമതു കരേറി സാമന്താതി ചതുരത ചതുർവാദ്യഘോഷസ്തുതിയോടും
കുടകൾ തഴയാലവട്ടങ്ങൾ വെഞ്ചാമരം വടിവിനോട് നാലുഭാഗത്തും വിളങ്ങിയങ്ങതിവിമലമാകം സുധർമ്മയാമാസ്ഥാനമതിലതി വിമോഹനരത്ന സിംഹാസനെ പരമപുരുഷൻ മഹാവിഷ്ണു നാരായണൻ പരിചിനോട് ചെന്നിരുന്നീടുന്ന നേരത്ത് അതിമുതുകനെല്ലാവരും ചെന്നു കൊപ്പിനാർ അതിവിമല നൃത്ത സംഗീത ശൃംഗാര സൗഭഗ സുഗമതാകിനവാദ്യാദികോശവും അതിവിമല വെൺകൊറ്റ ചത്രം അതാദിയായി പലരുമത വന്നു മുകുന്ദം ജഗന്നയം പലവിധവുമായി ശുഭസേവ തുടങ്ങിനാർ മണികനകരത്ന സിംഹാസനേ മന്ത്രിവർ മണിവിമല ശോഭയാ ബ്രാഹ്മണ സംയുതം ജഗതുദയകാരണൻ സന്താപനാശനം ജാതബോധം വസിച്ചിടം ദശാന്തരേ.